വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങൾ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃത്തുക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. അധ്യായം 5, ഭാഗം 1. കഥ ഇതുവരെ. അകവും പുറവും നടക്കുന്ന യുദ്ധക്കെടുതികളുടെ പീഡ അനുഭവിച്ചുകൊണ്ട് വൈദികാചാര്യ സമക്ഷമെത്തിയ ഗുരുപാദാംബുജ രജോലവൻ എന്ന ആത്മസാധകന് ഒരു മണ്ഡലകാലത്തെ സഹസ്ര ഗായത്രി ജപം ഉപദേശിച്ചു ആചാര്യൻ. മണ്ഡലവ്രതത്തിന്റെ 3-ാം ദിവസം ആത്മസാധകന് ഗണപതി ദർശനവും 10-ാം ദിവസം ഗുഹന്റെ സ്വപ്ന ദർശനവും ലഭിച്ചു. 11-ാം ദിവസം രാവിലെ ചിത്തിരപക്ഷിയാൽ ആക്രമിക്കപ്പെട്ട് ചിറകും കാലും പരിക്കേറ്റ നിലയിൽ ഒരു ശുകുബാലിക ആത്മസാധകന്റെ പാദത്തിൽ ആലംബം തേടി. സാധകൻ ചിത്തിരപക്ഷിയെ വിരട്ടിയോടിച്ച് ശുകബാലികയെ രക്ഷിച്ചു. പത്നി സമേതനായി അവൾക്ക് ശുശ്രൂഷകളും ചികിത്സയും ചെയ്തു. 16-ാം ദിവസം രാത്രി ശുകബാലികയെ മടിയിൽ ഉറക്കുന്ന വേളയിലാണ് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷമായത്. ഈ മന്വന്തരത്തിന്റെ രക്ഷകനായ 7-ാമത്തെ മനു വൈവസ്വതനായിരുന്നു അത്. ആ ചൈതന്യം ആത്മസാധകനോട് കലിയുഗത്തിന്റെ ആശ്രയമായ മഹാഗുരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു മഹാപുരാണം എഴുതാൻ ആവശ്യപ്പെട്ടു. 19-ാമത് പുരാണമായ ആ കൃതി ശ്രീമദ് നാരായണ ഗുരുപുരാണം എന്നറിയപ്പെടുമെന്നും നമോ ഭഗവതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യപ്പെടുമെന്നും പ്രവചിച്ചു. ഗുരുപുരാണം എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് ആത്മസാധകൻ സംശയിച്ചു. പലമതസാരവും ഏകമെന്ന തത്വം ലോകത്തിന് നൽകിയ ഗുരുവിന്റെ പുരാണം ലോകമതങ്ങളുടെ ചരിത്രത്തിൽ നിന്നു തുടങ്ങാൻ വൈവസ്വതൻ ഉപദേശിച്ചു. ശുകബാലിക വിവിധ ജന്മങ്ങളിൽ പറവയായി വിവിധ ദേശങ്ങളിൽ ജനിച്ച ആത്മാവാണെന്നും അവൾ എല്ലാ മതങ്ങളുടെയും ശരിയായ ചരിതം പറഞ്ഞു തരുമെന്നും വൈവസ്വതൻ പറഞ്ഞു. മതപുരാണം കേട്ട് എഴുതിയ ശേഷം ഭാരതഭൂമിയുടെ പാദഭൂമികയായ രാമേശ്വരത്തെത്തി അഗ്നിതീർത്ഥത്തിൽ മുങ്ങി ജന്മപാപങ്ങൾ നശിപ്പിച്ച് 22 തീർത്ഥങ്ങളിൽ മുങ്ങി മൂവേഴുകളെ ശുദ്ധീകരിച്ച് വരണമെന്നും അതിനുശേഷം ഗുരുപുരാണം തുടരാനും വൈവസ്വതൻ ഉപദേശിച്ചു. വൈവസ്വതൻ മറിഞ്ഞപ്പോൾ ശുകബാലിക വിവിധ ജന്മങ്ങളിൽ കണ്ടറിഞ്ഞ മതചരിതം ഓരോന്നായി പറയാൻ തുടങ്ങി. ജൂതമതത്തെയും സ്വരാഷ്ട്രീയൻ മതത്തെയും കുറിച്ച് അവൾ 2 ദിവസങ്ങളിൽ പറഞ്ഞു. 3-ാം ദിവസം അവൾ തവോയുടെ പുരാണമാണ് പറഞ്ഞത്. 4-ാം ദിവസത്തെ രാവിൽ അവൾ ചൈനയിൽ സ്ഥാപിതമായ കൺഫ്യൂഷ്യനിസത്തെക്കുറിച്ചു പറഞ്ഞു. പിന്നെ അവൾ ജപ്പാനിലെ ഷിൻഡോ മതത്തെക്കുറിച്ചും 5-ാം രാവിൽ ഇന്ത്യയിലുണ്ടായ ജൈനമതത്തെക്കുറിച്ചും പറയുന്നു. 6-ാം രാവിൽ ശുകബാലിക ബുദ്ധനെക്കുറിച്ചും ബുദ്ധ മതതത്വത്തെക്കുറിച്ചും വിവരിക്കുന്നു. 7-ാം രാവിൽ യേശുക്രിസ്തുവിന്റെയും ക്രിസ്തുമതത്തിന്റെയും കഥയാണ് പറയുന്നത്. തുടർന്ന് വായിക്കുക. പരമേശ പവിത്ര പുരാണം. താനാത റോമാപുരി ചുറ്റി വந்தேன் താക്കാന 8000 കാതമപ്പ വേനാന സിദ്ധർகளை ஏற்றிக்கொண்டு வேகமுடல் താനടത്തി വந்தேനപ്പ പോനാന ഗുരുസ്വാമി കാലാങ്കിനാഥർ കൊറ്റവനാം റോമാ പുരുരാശർ താനും പാനാന സമാധിയിടവും കണ്ടേൻ പക്ഷമുടൽ അவ்விடത്തിൽ ഇറങ്ങിനേനേ. നല്ല തമിഴ് പാടൽ തേനൂറും പോലെ അന്തരീക്ഷത്തിലാകെ പാടി പരക്കുകയാണ്. ആത്മസാധകൻ പൂജാമുറിയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ഈ തമിഴ് പൊടിച്ചിന്തുകൾ പാറി വരുന്നത്. പാട്ടിനൊപ്പം കേട്ട ചിറകടിയും ആത്മസാധകന്റെ ധ്യാനത്തെ ഉണർത്തി. അവന്റെ ഇടതു തോളിൽ പറന്നിറങ്ങിയ ശുകബാലിക 7-ാം രാവിന്റെ വരവറിയിച്ചു. പക്ഷേ ഈ തമിഴ് ശ്ലോകങ്ങൾ ആത്മസാധകന് ഒട്ടും പരിചയമുള്ളതായിരുന്നില്ല. അവൻ ശുകബാലികയോട് ചോദിച്ചു, 7-ാം രാവിൽ പരമേശ പവിത്ര പുത്രൻ എന്നു മഹാഗുരു വിശേഷിപ്പിച്ച യേശുക്രിസ്തുവിന്റെ കഥ പാടേണ്ട ശാരിക പെണ്ണെ, നീ എന്താണ് ഈ തമിഴ് പാടലുകളുമായി
പറന്നു വരുന്നത്? അവൾ മൊഴിഞ്ഞു. ഇത് വെറും പാടലുകളല്ല ഗുരുപാദാംബുജ രജോലവ. ഇത് തമിഴ് പുകൾപെറ്റ പെരിയ ജ്ഞാനകോവയിലെ ശ്ലോകങ്ങളാണ്. ശിവന്റെ അവതാരങ്ങളായി കരുതപ്പെടുന്ന 18 തമിഴ് സിദ്ധരിൽ പുകൾപെറ്റവനായി തമിഴക ദേശത്ത് 12 വർഷം വസിച്ചിരുന്ന ഒരു ഋഷിയുണ്ടായിരുന്നു. തമിഴർ രോമഋഷി എന്നു വിളിച്ചിരുന്ന അദ്ദേഹത്തിന് ചെമ്പിന്റെ നിറമുള്ള രോമങ്ങളാണ് തലയിലും ഉടലിലും ഉണ്ടായിരുന്നത്. പേരറിയാത്ത ആ ഋഷിയെ അവർ രോമഋഷി എന്ന് വിളിച്ചു. ജ്ഞാനികളായ സിദ്ധപുരുഷന്മാർ രോമഋഷി എന്നും വിളിച്ചു. പശ്ചിമ ഭാരതമായി അറിയപ്പെട്ടിരുന്ന റോമാ നഗരത്തിൽ നിന്നാണ് ആ ഋഷി തമിഴകത്ത് എത്തിയത്. ഇവിടെ മഹാസിദ്ധനായിരുന്ന ഭോഗരുടെ ശിഷ്യനായി സിദ്ധികൾ പഠിച്ചു. പിന്നീട് ഭോഗർ തന്റെ ശിഷ്യനെ കാണാൻ റോമാ നഗരത്തിലേക്ക് കുറെ സിദ്ധന്മാരെയും കൂട്ടി ആകാശമാർഗെ ചെന്നു അത്രേ. അവിടെ കണ്ട കാഴ്ചകൾ പാടലുകളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ പാടിയത്. റോമപുരി മുഴുവൻ ചുറ്റി നടന്നു. 8000 കാതം വിസ്താരമുണ്ട്. സിദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് ഞാൻ വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ ഗുരുസ്വാമിയായ കാലാങ്കിനാഥരുടെയും അവിടുത്തെ രാജാവിൻ്റെയും സമാധികൾ കണ്ടു. ഞാൻ അവിടെ ഇറങ്ങി. ഇതാണ് ഈ വരികളുടെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ ജനനസമയം ഏഷ്യയിൽ നിന്ന് വന്ന സിദ്ധരിൽ ഒരാളായിരുന്നു കാലാങ്കിനാഥൻ. തമിഴകത്തെ 18 സിദ്ധരിൽ ഒരാൾ. 18-ാം വയസ്സിൽ യേശുവിനെ അവിടെ നിന്ന് ഭാരതത്തിൽ എത്തിച്ചത് കാലാങ്കിനാഥനാണ്. ഇവിടെ എത്തി ഭോഗരുടെ ശിഷ്യനായി. ഭോഗരാണ് രോമഋഷി എന്ന് നാമകരണം ചെയ്തത്. സിദ്ധികൾ വശത്താക്കി വീണ്ടും കാലാങ്കിനാഥരുടെ ഒപ്പമാണ് തിരികെ നാട്ടിലേക്ക് പോയതെന്നും എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് റോമഋഷി കാക പൂസുണ്ട മഹാമുനിയുടെ ശിഷ്യത്വവും ഭരിച്ചതായി പറയുന്നുണ്ട്. ഒരിക്കൽ റോമഋഷി കുളിക്കാതെ ഒരു ക്ഷേത്രത്തിൽ ശിവദർശനത്തിന് എത്തിയെന്നും ആ സമയം ശുദ്ധിയില്ലെന്ന് പറഞ്ഞ് ഗണപതിയും സുബ്രഹ്മണ്യനും തടഞ്ഞുവച്ചെന്നും അതു കണ്ടിട്ട് സാക്ഷാൽ പരമശിവൻ ഇറങ്ങി വന്ന് ബാഹ്യശുദ്ധിയേക്കാൾ പ്രധാനം ആന്തര ശുദ്ധിയാണെന്നും ഇവൻ നമ്മുടെ പവിത്രപുത്രനാണെന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നും പാടലുകളിൽ പറയുന്നു. ഈ ശൈവകഥ തമിഴകത്ത് പാടിപ്പതിഞ്ഞതാണ്. അനുകമ്പാ ദശകത്തിൽ പരമേശ പവിത്രപുത്രനോ എന്ന പരമഗുരുവിന്റെ ചോദ്യഭാവത്തിലുള്ള ഉപമ തമിഴകത്ത് പ്രാചീനകാലം മുതൽ പാടിപ്പതിഞ്ഞ ഈ പാടലുകളിൽ നിന്നുണ്ടായതാണ്. വൈദ്യം, സൂത്രം, അമൃതകലൈജ്ഞാനം, ബഹുനൂൽ, ഗുരുനൂൽ, കായിയം, മുപ്പുസൂത്രം, ഇരണ്ടടി, ജ്യോതിവിളക്കം, നാഗാരൂഢം, വകാരസൂത്രം, ശിങ്കിവയ്പ്, വൈദ്യസൂത്രം, പഞ്ചപക്ഷിശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങൾ 12 വർഷം കാലത്തെ ദ്രാവിഡ നാട്ടിലെ വാസത്തിനിടയ്ക്ക് റോമഋഷി എഴുതി വച്ചിട്ടുണ്ടെന്നും ചരിത്രമുണ്ട്. ഇത്രയും ഒഴിഞ്ഞ് ശുഗപാലിക അർത്ഥവിരാമമിടുമ്പോൾ ആത്മസാധകൻ ചോദിച്ചു, അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെയും വേരുകൾ ഭാരതത്തിലാണോ? അവൾ പറഞ്ഞു, ഭാരതം എന്നാൽ അങ്ങ് റോമാ നഗരം അതിർത്തിയായിരിക്കുന്ന ഒരു ബൃഹത് ഭൂമിയാണ്. അതിനെ ആധുനികർ ഉണ്ടാക്കി അതിർത്തികൾ തീർത്ത ഇന്ത്യ രാജ്യമായി കേൾക്കാതിരിക്കുക. ഈ പുരാണം മുഴുവൻ ഭാരതം എന്നു പറയുന്നിടത്തെല്ലാം ലോകം എന്നു കേൾക്കണം. അങ്ങനെയേ ഈ കഥ മനസ്സിലാക്കാൻ സാധിക്കൂ. വിദേശമതം സ്വദേശമതം എന്നൊന്നില്ല. ഒരേ ഭൂമിയിൽ പലയിടങ്ങളിൽ സത്യദർശികളുടെ അഭിപ്രായങ്ങൾ വിവിധ സമൂഹങ്ങൾ മതമായി ആചരിച്ചു. അവർക്കിടയിൽ മതങ്ങളുടെ സാരം എന്തെന്ന അറിവില്ലാതെ പോയതിനാൽ സ്വയം വലിപ്പം വയ്ക്കാൻ മറ്റുള്ളവയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. കൊന്നൊടുക്കിയും യുദ്ധം ചെയ്തും മാത്രമല്ല, വ്യത്യസ്തമായ ജീവിത രീതികൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ കൽപ്പിച്ചും ജനത്തെ ആകർഷിച്ചു മതത്തിൽ ചേർത്തു. അതുകൊണ്ടാണ് വിദേശമതവും സ്വദേശമതവും എന്ന വേർതിരിവുകൾ വന്നത്. ഇനി പറയാനിരിക്കുന്ന ഹിന്ദു പുരാണം കേൾക്കുമ്പോൾ നിനക്ക് ഒരു കാര്യം ബോധ്യമാകും ആത്മസാധക. എല്ലാ മതത്തെയും ഹിന്ദു എന്ന് വിളിക്കാം. എന്തെന്നാൽ അത് വ്യത്യസ്തതകളെ ഒന്നാക്കി മാറ്റുന്ന ഒരു മഹാസമുദ്രമാണ്. അതൊരു മതമല്ല, മതങ്ങളുടെ സാരമായ ഏകത്വ ദർശനമാണ്. എല്ലാ മതങ്ങളിലും ഹിന്ദു ദർശനങ്ങളുടെ അംശമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും അത് കാണാം. അതിൻ്റെ വിശാലത നോക്കുമ്പോൾ മതഭേദങ്ങൾ എന്നൊന്ന് ഇല്ലാത്തതാണെന്നറിയാം. മതഭേദമില്ലെങ്കിൽ മതദ്വേഷവുമില്ല. മതേതരം എന്ന ആശയം അവിടെ വിഡ്ഢിത്തമായി തീരും. മതത്തിന് ഇതരമായി ഒരാശയമില്ല. മനുഷ്യ സമൂഹത്തിൽ മതേതരം എന്ന ആശയം പോലും കുറെ പേർ
പിന്തുടർന്നാൽ അത് മറ്റൊരു മതത്തെ പോലെ പ്രവർത്തിക്കുന്നതായി കാണാം. അതിനാൽ മഹാഗുരു മൊഴിഞ്ഞ ഒരു മതം എന്ന ആശയമാണ് മതേതരം എന്ന സങ്കല്പത്തേക്കാൾ കൂടുതൽ ശാസ്ത്രീയം. ഒരു മതം എന്നത് ആത്മസുഖമാണെന്ന് ഭഗവാൻ വിശദമാക്കുന്നുണ്ടല്ലോ. ഈശ്വരവാദവും നിരീശ്വരവാദവും വെറും വാദങ്ങൾ മാത്രമാണ്. വാദങ്ങൾ അടങ്ങുമ്പോഴാണ് ഈശ്വര സാന്നിധ്യം അകമേ അറിയാൻ കഴിയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ രാവിന്റെ ബാക്കിയിൽ നമുക്ക് യേശുവിന്റെ കഥകൾ അറിയാൻ ശ്രമിക്കാം. യഹൂദമതം അഥവാ ജൂതമതത്തെക്കുറിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ ഈ മതപുരാണം ആരംഭിച്ചത്. ക്രിസ്തുമതവും ഇസ്ലാം മതവും യഹൂദമതത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് അവിടെ പറഞ്ഞിരുന്നു. യഹൂദമതത്തിൽ കാലങ്ങൾ കൊണ്ടു കടന്നുകൂടിയ പൗരോഹിത്യ ദുഷ്പ്രഭുത്വമാണ് ക്രിസ്തുവിന്റെ വരവിന് നിമിത്തമായത്. ലോകത്ത് എവിടെയെല്ലാം ധർമ്മച്യുതി സംഭവിക്കുന്നുവോ അവിടെയെല്ലാം ധർമ്മം മനുഷ്യരൂപം പൂണ്ട് അവതരിക്കും എന്ന ഋഷിവാക്യം ഓർക്കുക. അതാണ് യഹൂദർക്കിടയിലും സംഭവിച്ചത്. റോമാ സാമ്രാജ്യവും യഹൂദരുടേതായിരുന്നില്ല. യഹൂദരെ അടിമകളാക്കി വച്ചിരുന്ന വിഭാഗക്കാരായിരുന്നു റോം ഭരിച്ചിരുന്നത്. യഹൂദർക്കിടയിൽ ഉണ്ടായ സാമൂഹികവും ആത്മീയവുമായ പരിഷ്കരണ പ്രസ്ഥാനമായി യേശുവും ശിഷ്യരും ഉയർന്നുവരുന്നപ്പോൾ അവരെ പീഡാനുഭവങ്ങൾക്ക് വിധേയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. എന്നാൽ അതേ റോം പിൻകാലത്ത് യേശുവിൽ അധിഷ്ഠിതമായ ഒരു മതം ക്രിസ്തുമതം എന്ന പേരിൽ രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തു. അതാണ് ലോകമാകെ പരന്ന ക്രിസ്തുമതത്തിന്റെ ഉദ്ഭവം. ബുദ്ധമതത്തെ പോലെ തന്നെ അധികാരം കൈവശത്തുള്ള ചക്രവർത്തിമാർ മുന്നിട്ടിറങ്ങിയതാണ് ക്രിസ്തുമതത്തിന്റെ വിജയരഹസ്യം. എന്നാൽ റോമാ ചക്രവർത്തി ക്രിസ്തുമതത്തെ അംഗീകരിക്കും വരെയുള്ള വലിയ കാലത്ത് യേശുവിന്റെ ശിഷ്യരും സുവിശേഷ പ്രവാചകരും അധികാരികളിൽ നിന്നനുഭവിച്ച പീഡകൾ അത്രയധികം വലുതായിരുന്നു. യേശുവിന്റെ ചരിതം ശിഷ്യരായ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷത്തിൽ നിന്നാണ് ലോകർ അറിഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്ന കഥകൾക്ക് ഒരു പറവയുടെ വിഹക വീക്ഷണത്തിന്റെ ശൈലി ഉണ്ടാകാമെന്ന് മുൻകൂട്ടി പറയട്ടെ. യേശുവിനെ ഞാനൊരു ജന്മത്തിലും നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ പൂർവികരായ പറവകൾ വിവിധ ജന്മങ്ങളിൽ എനിക്ക് പറഞ്ഞു തന്ന മനുഷ്യകഥകളിൽ നിന്നാണ് യേശുവിനെ ഞാൻ കേട്ടറിഞ്ഞിരുന്നത്. ജൂലിയസ് സിസർ കൊല്ലപ്പെട്ടതിനു ശേഷം റോമിന്റെ ഭരണമേറ്റെടുത്ത അഗസ്റ്റസ് എന്ന ചക്രവർത്തിയുടെ കാലത്തു നിന്നാണ് യേശുവിൻ്റെ കഥ തുടരുന്നത്. റോമിന്റെ പരിധിയിൽപ്പെട്ടിരുന്ന ജൂഡിയ എന്ന യഹൂദ രാജ്യത്തിൽ ബെത്ലഹേം എന്ന ഒരു കുഗ്രാമമുണ്ട്. അവിടെയാണ് യേശു പിറന്നത്. മരപ്പണിക്കാരനായിരുന്ന പിതാവ് ജോസഫ്, അമ്മ മറിയം. ദരിദ്രരായിരുന്നു ആ കുടുംബം. അതിനാൽ അക്കാലത്തെ ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നും യേശുവിന് ലഭിച്ചില്ല. യഹൂദ പള്ളികളിൽ ആഴ്ചയിലൊരിക്കൽ നടത്തിയിരുന്ന വേദോപദേശങ്ങൾ കേൾക്കാൻ അയക്കുമായിരുന്നു. അവിടെ നിന്നു ലഭിച്ച വിദ്യാഭ്യാസം മാത്രമായിരുന്നു യേശുവിൻ്റേത്. ജൂഡിയയിലെ ഗലീലി എന്ന ജില്ലയിലെ നസ്രത്തിലാണ് ബാഹ്യകൗമാരങ്ങൾ കഴിച്ചുകൂട്ടിയത്. അക്കാലം സ്നാപക യോഹന്നാൻ എന്ന അവധൂതൻ നസ്രത്തിൽ നടത്തിയിരുന്ന ആത്മീയ പ്രഭാഷണങ്ങൾ മുടങ്ങാതെ കേൾക്കുമായിരുന്നു യേശു. പിതാവിനെ മരപ്പണിയിൽ സഹായിച്ചും ബാക്കി സമയം ആത്മീയ ചിന്തകളിൽ മുഴുകിയും ജീവിച്ച യേശുവിനെ 18 വയസ്സ് മുതൽ കാണാതായി. എങ്ങോട്ട് പോയി എന്നാർക്കും അറിയില്ല. പക്ഷേ ആ യാത്ര ഭാരതത്തിലെ തമിഴകത്തേക്കായിരുന്നു. യേശുവിൻ്റെ ജനനം മുൻകൂട്ടി അറിഞ്ഞ ശൈവസിദ്ധന്മാർ അന്നു മുതൽക്ക് ആ കുഞ്ഞിനെ പിന്തുടരുകയായിരുന്നു. റോമാ ചക്രവർത്തിയാൽ അവൻ കൊല്ലപ്പെടാതിരിക്കാനുള്ള രക്ഷയും ജാഗ്രതയും അവർ പുലർത്തി. ഒടുവിൽ 18 വയസ്സു തികഞ്ഞ നാളിൽ കാലാങ്കിനാഥൻ എന്ന ശൈവസിദ്ധൻ യേശുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വെളിച്ചത്തെ അനുഗമിച്ചു യാത്ര തുടങ്ങാൻ കൽപ്പിച്ചു. ആ വെളിച്ചം പിന്തുടർന്ന് യേശു എത്തിയത് തമിഴകത്താണ്. അവിടെ പോഗർ എന്ന സിദ്ധഗുരുവിൻ്റെ കാലുകളിൽ ആശ്രയം തേടി. അങ്ങനെ പഠനം, സാധനാമാർഗങ്ങൾ, തപസ് എന്നിവയിലേക്ക് കടന്നു. 12 വർഷം യേശു ശൈവസിദ്ധരുടെ സംരക്ഷണത്തിലായിരുന്നു. ഒടുവിൽ 18 സിദ്ധന്മാരിൽ ഒരാളായ രോമഋഷിയായി പരിണമിച്ചു. ആഗമ ജ്ഞാനിയായ ആ സിദ്ധൻ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. അത്ഭുത സിദ്ധികൾ പലതും കാട്ടി ശിവന് പ്രിയപ്പെട്ടവനായി. അങ്ങനെ പരമേശന്റെ പവിത്രപുത്രൻ പശ്ചിമേഷ്യയുടെ രക്ഷകനാകാൻ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു.
കാലാങ്കിനാഥൻ അദ്ദേഹത്തെ അനുഗമിച്ച് യേശു ദൗത്യം നിർവഹിക്കേണ്ട സ്ഥലത്തെത്തി എന്നുറപ്പാക്കി. തിരികെ നാട്ടിലെത്തിയ പരമേശ പവിത്രപുത്രൻ നിരക്ഷകരായ മുക്കൂർക്കിടയിലാണ് തൻ്റെ ദൈവിക ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. ലോകരക്ഷയ്ക്കായി നിയോഗിതരായ മഹത് പുരുഷന്മാർ അത്ഭുതങ്ങൾ കാട്ടിയാണ് ജനത്തെ ആകർഷിക്കുന്നത്. അതുപോലെ ചില അത്ഭുതങ്ങൾ പരമേശ പവിത്രപുത്രനും കാണിച്ചു. ചിലർ ശിഷ്യരായിത്തീർന്നു. അവർ തൊഴിലുപേക്ഷിച്ച് യേശുവിനൊപ്പം സദാസമയവും വർത്തിക്കാൻ തുടങ്ങി. ഒരിക്കൽ യേശു അവരെ വിജനമായ ഒരു പാറപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ആ ഗുരുനാഥൻ ശിഷ്യരെ ആലസ്യമൊഴിച്ച് പരമബോധത്തിലേക്ക് നയിക്കുന്ന ഗിരിപ്രഭാഷണം എന്നു പേരുകേട്ട ആത്മീയ ഉദ്ധാനഘോഷം നടത്തി. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്കാരം.